ഹലോ ഗൈസ്, എൻ്റെ ചെറിയൊരു സാറ്റർഡേ നൈറ്റ് ടു സൺഡേ നൈറ്റ് വരില്ലേ, ചെറിയൊരു വ്ളോഗ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് സൂക്കിൻ്റെ അടുത്താണ്. സൂക്കിൻ്റെ അടുത്ത് ട്രാൻസ്പോർട്ടേഷനുള്ള സ്ഥലത്താണ്. അപ്പം ഞാൻ ഇവിടുത്തെ വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്കാണെങ്കിൽ ₹1 എടുത്തിട്ട് പോകേണ്ടത് മാത്രമേ അറിയൂ. ശരിക്കും എനിക്കറിയില്ല എത്ര പൈസ വരുന്നതെന്ന്. എല്ലാവരും പറയുന്ന ₹1 ആണെന്ന്. കൊടുത്തിട്ട് അപ്പുറത്തേക്ക് അടുക്കണ്ടേ. അപ്പുറത്തേക്ക് എനിക്കാകെ ബർദുബൈ മാത്രമേ അറിയൂ സ്ഥലം. പിന്നെ ബർദുബൈയിലേക്ക് മെട്രോയിലും പോകാൻ പറ്റും. ₹1 കൊടുത്ത് ₹1 ആണെന്ന് ഉറപ്പില്ല കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നല്ല ബൂർജ് വ്യൂ ആണ്, അടിപൊളി വ്യൂ. അത് കണ്ട് അതിൻ്റെ അടുത്ത് പോകാണ്ട് നല്ല ആശയാണ്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നീട് അടുത്തേക്ക് സബ്ക ട്രാൻസ്പോർട്ടേഷൻ അടുത്താണ് ഞാൻ പോകുന്നത്. അവിടുന്ന് കുറച്ച് നടക്കാണ്ട് ഞാൻ നടന്നുകൊണ്ടിനി പോകുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ നേരമായി നടന്നിട്ട് എത്തുന്നില്ല. ആ ഏരിയ ഉണ്ടാ മഞ്ഞ വെള്ള പച്ച കളറാണ്. അടുത്തേക്ക് എത്തണ ഞാൻ ഇതിനാണെങ്കിൽ ഈ ബിൽഡിങ്ങിനാണെങ്കിൽ ഫുൾ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് ഫുള്ള് കാണുന്നില്ലേ നിങ്ങൾക്ക്? ആ ബിൽഡിങ്ങിൽ ഫുള്ള് ലേറ്റ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻ്റ് എന്ന് തോന്നുന്നു. ഇറങ്ങൂടാ. ധോണിയാണെങ്കിൽ സബ്കിലേക്ക് പോകുന്ന പോലെ എന്നെ കൂട്ടോ ഇപ്പോൾ നടക്കണം. ഒന്ന് ചാരങ്ങ ഉണ്ടെങ്കിൽ ഡിസംബറിന് പോയായിരുന്നു, പക്ഷേ ഒന്നിച്ചാരുമില്ല. അതാണ് പ്രശ്നം. അപ്പം ഞാൻ പോന്ന് ഉണ്ടാക്കല് വേറെ വയ്യില്ല, ചെങ്ങായൊന്നുമില്ല. മേ ബി കുറച്ച് പാടെല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു ആരെങ്കിലും. അപ്പോൾ സബ്ക മറൈൻ ട്രാൻസ്പോർട്ടേഷനിൽ സ്റ്റേഷനിലേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒക്കെ ഇങ്ങനെയാണ്. അത് ജാതി വ്യൂ ആയിപ്പോയല്ലേ ആദ്യമായിട്ട് കണ്ടത്. ഏകദേശം സെയിം തന്നെ അപ്പുറം ഉണ്ടായത് ഇതും. പിന്നെ അപ്പുറത്ത് നോക്കുമ്പോൾ നല്ല ലൈറ്റ് അടിക്കുന്നു, ഹൗസ് ബോട്ടൊക്കെ കാണുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തോന്നി. പിന്നീട് ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല, റൂമിൽ പോകണമെന്നുണ്ട്, ഫുള്ള് ടയേർഡായി. ഞാൻ പിന്നെ ഒരു നാൾ പോകാമെന്ന് വെച്ചിട്ട് നേരെ ഇപ്പോൾ റൂമിലേക്ക് പോകാൻ നിൽക്കുന്നു ഞാൻ. അപ്പോൾ 2 ഗടികൾ സൈക്കിൾ എടുത്ത് പോകുന്നു. അപ്പം കൊതിയായി സൈക്കിളൊക്കെ വാങ്ങണം. ഞാനാണെങ്കിൽ ദുബൈയിൽ വന്നതിന് ശേഷം മൊത്തം നടത്തത്തിൽ തന്നെ. രാവിലെ നടക്കും, ഉച്ചക്ക് നടക്കും, രാത്രി നടക്കണം, എപ്പോഴും നടക്കുക തന്നെ, നടത്തത്തോട് നടത്തം. ഞാൻ റൂമിലേക്ക് എത്തി. റൂമിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ കാണിച്ചു തരാം. ആർക്കും അറിയാമെങ്കിൽ ഗസ് ചെയ്യിട്ടാ. ഞാൻ റൂമിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്. ആർക്കും അറിയെങ്കിൽ പറ, ഈ സ്ഥലം ഏടാന്ന് കണ്ടുപിടിക്കും. ആ റൂമിലേക്ക് എത്തി. അയ്യോ ലോക്ക്. ആരും തുറക്കുന്നില്ല. ഞാനാണെങ്കിൽ അവിടെ ചൂടെടുത്ത് വേർത്ത് കുളിച്ച് അതിലെ ഇനി കുളിക്കേണ്ട ആവശ്യമില്ല. ഏത് ഐഡിയ, അതുകൊണ്ട് പുറത്ത് നിൽക്കുക. പിന്നീട് വാതിൽ തുറന്ന് നേരെ ഫ്രഷ് ആകാൻ പോയി. പിന്നെ മിറർ കണ്ടപ്പാട് കുറച്ചൊന്ന് ബൈസെപ്സ് എല്ലാം കാണിച്ചൊരു ഷോ ആക്കി, അത്രേ ഉള്ളൂ. അപ്പോഴേക്ക് പണ്ടത്തെ പോലെ ഒന്നുമില്ല. പിന്നെ ലൂസിഫർ സിനിമ ചങ്ങനെ കാണുന്നുണ്ടായി. അപ്പോൾ ലൂസിഫർ സിനിമ കണ്ട് നേരെ ബെറ്റിൽ പോയിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കേൾക്കണ്ടാവും ഇവൻ ഉറങ്ങാൻ പോകുന്നതിൻ്റെ എന്തിപ്പോൾ തേരാപ്പര നടക്കുന്ന ഈ രാത്രി. ഒരു ചെങ്ങായി വിളിച്ച്, നീ ഏടില്ലേ, നീ ഇങ്ങ് റൂമിൽ നിൽക്കേണ്ട ആളല്ല, നീ പുറത്ത് പാ, ദുബൈ നമുക്ക് ചുറ്റി കാണാന്ന് പറഞ്ഞിട്ട് ആ ചെങ്ങായി വരുന്നുണ്ട്. ഒരു 2 ചങ്ങായിമാരുണ്ട്, ഒന്ന് ബർദുബൈയിൽ നിന്നും ഒന്ന് അജ്മാനിൽ നിന്നും. നീ വേഗം ബാ, യൂണിയനിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ യൂണിയനിലേക്ക് നടക്കുന്നുണ്ട്. അവർ 2 യൂണിയനിലേക്ക് വരുമെന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ യൂണിയനിലേക്ക് പോട്ട്. അപ്പോൾ ഞാൻ യൂണിയൻ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. പിന്നെ അവരെ വേണ്ടി വെയിറ്റ് ആക്കി കുറേ സമയം. അപ്പോൾ അവിടെ അടിപൊളി വ്യൂ ആണ്, ഫ്ലൈറ്റൊക്കെ പോകാൻ കാണാൻ വേണ്ടി. ഞാൻ അതിൻ്റെ സറൗണ്ട്സിൽ മൊത്തം കാണിച്ചു തരാം. വീടിന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ട ഫ്ലൈറ്റ് പോകുന്നത്. വെയിറ്റ് ആക്കുന്നതിനോട് ആ ചങ്ങായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ചങ്ങായി പീസ് കാണിച്ചുകൊണ്ട് അത് മുന്നോട്ടേക്ക് വരികയാണ്. അങ്ങനെ മോണ്ടം വന്ന് ഇനി ദീപക്കിന് വേണ്ടി വെയിറ്റ് ആക്കണം. ഈ ചെങ്ങായിയാണെങ്കിൽ പീസ് ഇട്ട് കളിയില്ല. പിന്നീട് ദീപക്കിന് വേണ്ടി വെയിറ്റ് ആയിക്കൊണ്ട് ഇവരാണെങ്കിൽ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, എടുക്കണ്ടേ
കുഴിപ്പ്. അപ്പോണ്ട് ബാക്കിൽ സെക്യൂരിറ്റി പറയുന്നത് ഇത് ക്ലോസ് ആക്കലേ അവൻ പോലെ എന്നെല്ലാം പറഞ്ഞിട്ടാ. അപ്പോണ്ട് പെട്ടെന്നാ ബാക്ക് വരുന്നുണ്ടാ, ഞാൻ കണ്ടിട്ടില്ല ചങ്ങേനെ. അങ്ങനെ ഓന് എത്തി സമാധാനമായി. പിന്നെ അവിടെ ഫോൺ വിട്ട് കളിയില്ല കേട്ടാ. ഫോൺ വലിയ വ്ളോഗറാണ്. ദുബൈ ചെക്കനാന്ന് ഇൻസ്റ്റാഗ്രാം പേര്. വലിയ ദുബൈക്കാരനാന്ന്. അല്ലെങ്കിൽ മുന്നേ വന്ന് ഒരു കൊല്ലമായി ഇവൻ ദുബൈയിൽ തന്നെ. പിന്നീട് നമ്മൾ ചിരിയും കളിയെല്ലാമായിട്ട് നേരെ റൂമിലേക്ക് പോയി. ഒറ്റതേ ഇല്ലു. അപ്പൊക്ക് ദീപക്കിൻ്റെ കുറേ തള്ളു വിഷയങ്ങളിലെ കഥയൊക്കെ പറയല്. ആരെയും കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അമ്മിനെ തട്ടിമുട്ടി അഡ്ജസ്റ്റായിട്ട് കേട്ട് പോകുന്നു. പിന്നീട് അപ്പോൾ താഴെ പോവാ സ്ഥലത്ത് പോയിട്ട് വരാമല്ലോ പറഞ്ഞിട്ട് നേരെ താഴോട്ട് പോയി. പിന്നെ തലാലിൻ്റെ അടുത്തേക്ക് എത്തി. പിന്നീട് നമുക്ക് പോകാൻ പറഞ്ഞു. എവിടെയെങ്കിലും പോകാണ്ട് പ്ലാനാക്കാതെ. എന്നിട്ട് എവിടെ പോകാനിട്ട് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ മേലെ എയർപ്ലെയിനൊക്കെ ഇങ്ങനെ ചടപടാന്ന് പോയിക്കൊണ്ട് പോയി. അവസാനം റോഡിൻ്റെ സൈഡിൽ പോയിട്ട് ഇരുന്ന് പാർക്കിൽ ആയിട്ട് എയർപ്ലെയിനൊക്കെ ഇങ്ങനെ ചടപട പോയിക്കൊണ്ട് നല്ല വേണം കേട്ടോ എയർപ്ലെയിൻ കാണാൻ വേണ്ടിയിട്ട്. കണ്ടുകൊണ്ടിരിക്കാൻ വരികയാണ് കേട്ടാ. എന്നിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ട് കഴിഞ്ഞില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഒറ്റ കടത്തം. ഹലോ, രാവിലെ ഉറങ്ങി അടിച്ച് ഇപ്പോൾ ചാടിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഞാൻ മോണിറ്റർ അപ്പോൾ ചാടിച്ചിട്ട് എന്ത് ചായ ആയിരിക്കൂടാ. എന്ത് ചായ പിടിക്കാൻ പോകുന്നത്? ഏത് ചായ? കട്ടൻ ചായയാ? അതല്ലാതെ ചായ പറ. നമ്മ ബ്ലോഗറൊന്നുമല്ല. അപ്പൊ നിന്റെ അത്രയും ദുബൈ ചെക്കനാണ്. വലിയ ബ്ലോഗർ. എത്ര പൈസ കിട്ടി? റോഡിന് മേലെ എടുക്കാം. 1 മില്യണോ? 1 മില്യണിലെ ചെക്കനാണ് ദുബൈ ചെക്കൻ. ആർക്കെങ്കിലും അറിയുമെങ്കിൽ പറയണേ. രാവിലത്തെ ചായ പിടി അജ്നാസ് റെസ്റ്റോറൻറ്റിലേക്കാണ്. വെറലൈഡാ ചാടിക്കാലേ. നീ ആയിരുന്നില്ലേ? അത് പറ. രണ്ടാൾ ചാടിക്കുന്നില്ല. ഒരങ്ങാടി ഉണ്ട്. അത് ശരിയാണ്. അപ്പോ ചാടിക്കട്ടെ. അപ്പോൾ ചാടിക്കാൻ വേണ്ടി സമൂസ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എന്താ ഓർഡർ ആക്കിയേ? ഉറക്കം വന്നിട്ടില്ലേ? കണ്ണ് ഫുള്ളായിട്ട് കയ്യിലൊക്കെ ഇപ്പൊ പറയുന്നൊന്നും ഇടണ്ടാലോ. ചെങ്ങനെ അറിയുന്നു. നീ എന്താ കാണാൻ വെച്ച കണ്ണാടി ഇത് ഷെഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് പറയണോട്ടാ. ഇതില് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണോട്ടാ. എന്ത് ഇൻസ്റ്റാഗ്രാം പോവാ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ ദുബൈ ചെക്കൻ മസാല ദോശ ഞാൻ കഴിക്കാം. മസാല ദോശ അല്ലേ? മസാല ദോശ കഴിക്കാം. എന്താ ഗണ്ടിന് കേറില്ല? അല്ല ഇതില്ലേ ഒന്നാമത് നമ്മളെ വീഡിയോ ക്ലിക്ക് ചെയ്തില്ലേ നമുക്ക് അത് ചെയ്തില്ലേ ഡയറി ചെയ്തില്ലേ പണ്ടത്തെ അതുപോലെ ഇതൊരു മെമ്മറി. ഇതെല്ലാം നമ്മൾ സ്റ്റോറി സേവ് ചെയ്തതാണ്. പിന്നെ അതേ നമ്മൾ അത് നമുക്കില്ലേ വായിക്കുന്ന കണ്ടി ഫീലില്ലേ കാണുമ്പോഴാണ് അല്ലേ? നോക്കണം. നീ വിച്ചു ഞാൻ പറയാം. ഇപ്പോഴും ഡയറി 5 കൊല്ലം കഴിഞ്ഞ് വിച്ചു ഏത് പറഞ്ഞു ബാവാ. എനിക്കൊരു ഡ്രീമുണ്ട്. കാറൊന്നുമല്ല. ആ ഡ്രീമിലേക്ക് ഞാൻ അച്ചീവ് ചെയ്യുമ്പോൾ അന്നേരം പറഞ്ഞ നമുക്ക് നോക്കാം. 5 കൊല്ലം അറിയുമ്പോൾ 2030 കാറിലെന്ത് അപ്പൊ അതിന്റെ പൈസ ഉണ്ടെങ്കിൽ കാറിന് കഴിയുമ്പോളാണ് അതിന്റെ അത്ര ഫുഡ് നമ്മളെ ഡ്രീം അച്ചീവ് കാറ് വണ്ടി തേങ്ങ ചക്ക വാങ്ങലെല്ലാം 10 മില്യൺ അതിന്റെ റെക്കോർഡ് എടുക്കണം. അതൊരു കാര്യം നാളെ നീ ജീവിച്ചിട്ട് ഉറപ്പുറാണല്ലോ. അത് നാളത്തെ ഓർഗനിക്കും ചിലപ്പോൾ ചെയ്യാനുണ്ടാവില്ല. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുവാ? രാവിലെ ഉറങ്ങി അടിക്കുന്ന സ്വപ്നത്തിനടിച്ച പോലെ പോകാന്ന് ഓർമ്മയില്ല. അല്ല ഇത് ജീവിതം പക്ഷെ സ്വപ്നം പോലത്തെ ഒരു ജീവിതം. ചിലപ്പോൾ ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിലോ കട്ടുമ്പോൾ ഇതെല്ലാം സ്വപ്നം കാണുന്നുണ്ടെങ്കിലോ ഇതിൽ നോക്കുമ്പോൾ കണ്ണുറക്കുമ്പോൾ ഇതെല്ലാം സ്വപ്നം ഇതെല്ലാം മറന്നുപോയി ചിന്തിച്ച് കുടിച്ചു. ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം സ്വപ്നം ചെയ്തു. എൻ്റെ സ്വപ്നം ഞാൻ പറയാം എനിക്ക് നിങ്ങളൊന്നും ജീവനില്ല.
എൻ്റെ മാത്രം ഒരു തിയറി ഓക്കെ അങ്ങനെ ഒരു തിയറിടാ ആ പറ. ആ തിയറിയിൽ പറയുന്നത് വെച്ചെങ്കിൽ എൻ്റെ ജീവിതം മാത്രമേ ഈ ലോകത്തുള്ളൂ. ഞാൻ ഫുള്ള് പറയട്ടെ നീയല്ലോ എനിക്ക് ജീവനല്ലോ പോലെ എനിക്ക് തോന്നുന്ന മാത്രം ജസ്റ്റ് ആൻ ഇല്യൂഷൻ. ബാക്കിയുള്ളവരെല്ലാം അതിന് മലയാളം ജീവിതത്തെ ഈ ലോകത്ത് എല്ലാം ഇവിടെ മലയാളം പറയണം. അതേപോലെ എൻ്റെ ജീവിതം മാതിരി എനിക്ക് അങ്ങനെ തോന്നി. മനസ്സിലായോ? അതിന്റെ പറഞ്ഞു ഇതിൻ്റെ ഒരു ഇല്യൂഷനായിട്ട് ഈ വേൾഡിൽ എന്ത് പറയില്ലേ സിമുലേഷൻ എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലായി. അല്ല നീ മലയാളം പറയടാ നമുക്ക് സിമുലേഷൻ എന്ന് വെച്ചെങ്കിൽ ഓൾറെഡി പ്ലാൻ ആക്കിയ സംഭവം. മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ സോൾ എന്ന് അതൊക്കെ നടക്കുന്നുണ്ട് എപ്പോഴും രാവിലെ അകലം വെച്ച് ഞാൻ ഫുൾ പറഞ്ഞേക്ക് ഈ സോൾ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് നിന്റെ മനസ്സിൽ പറയാൻ പറ്റുമോ? ഇപ്പോ ഹോട്ടലുണ്ട് കേട്ടാ മുത്തുപ്പാണ്ടി വേണം. മുത്തുപ്പാണ്ടി മിസ് യു മുത്തുപ്പാണ്ടി ഇങ്ങനത്തെ നല്ല ലിസ്റ്റാണ്. ഓരോ നീ പറ മനസ്സിലുണ്ട് മനസ്സിൽ നിനക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിന്റെ കണ്ണു പൊട്ടിക്കാനല്ലേ നമുക്ക് പറയും അന്ന് പറ അയ്യോ നീ ചോദ്യം ചോദിക്കുന്ന നിന്റെ തലച്ചോറുണ്ട്, ഉണ്ട് ഹൃദയമുണ്ട്, ഹൃദയമുണ്ട് എല്ലാം കാണാൻ പറ്റും. ഫിസിക്കലി ആയിട്ടുണ്ട്, കാണാൻ പറ്റും. ഈ ലോകത്തുണ്ട്. പക്ഷെ നിന്റെ മനസ്സ് നിനക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. പറ്റുമോ ഇല്ലയോ എന്ന് പറ. നീ പറ മനസ്സിൽ കാണാൻ പറ്റുമോ? നീ തിന്നോണ്ട് പറ. മനസ്സ് ഫീൽ ചെയ്യാൻ പറ്റും. കാണാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റില്ല. അതാണ് അതെന്നാ പറഞ്ഞത്. അതെന്നെ ഞാൻ പറഞ്ഞു. ആണ് ഈ സോള്. ഓൾറെഡി നമ്മളെ ജീവിതം എല്ലാം ഡിസൈഡ് ആക്കിയിട്ടാണ് നമ്മൾ ലോകത്തേക്ക് വന്നത്. നമ്മളെ ജോബ് എന്താണെന്ന് വെച്ചെങ്കിൽ പണിയെടുക്കല് അല്ല, നമ്മുടെ ജോബ് മീൻസ് സോളിന്റെ ജോബ്. ഞാൻ സോളിന്റെ കാര്യമാണ് പറയുന്നത്. സോൾ മീൻസ് ആത്മാവ്. നമ്മുടെ ഉള്ളിലുള്ള സാധനം, ജീവനോട് വെക്കുന്ന സാധനം. അങ്ങനെ എക്സാമ്പിൾ 4 ഇനി മറ്റേ ഡോക്ടർ സ്ട്രേഞ്ച് സ്പൈഡർമാനെ ഇങ്ങനെ അടിക്കുമ്പോ പുറത്തേക്ക് പോകുന്നില്ല. ഓൾറെഡി നമ്മളെ ജീവിതം പ്ലാൻ ആക്കിയിട്ട് എല്ലാം ഉണ്ട്. നമ്മളെ പണി എന്തെന്ന് വെച്ചെങ്കിൽ നമ്മളെ യൂണിവേഴ്സിനെ നമ്മൾ നമ്പാം. മീൻസ് നമ്മൾ പറയാം നമ്മ യൂണിവേഴ്സിൽ എന്ത് വന്നാലും നമ്മൾ നേരിടും, നാം വിശ്വസിക്കുന്നതെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതിൽ നിൽക്കാം. എന്നിട്ട് ഈ നമ്മൾ സിനിമയെല്ലാം കാണുന്നില്ല, നമ്മൾ സിനിമയെല്ലാം കാണുന്നില്ല, സിനിമയെല്ലാം കാണുമ്പോൾ ബാക്കോട്ട് ഇരുന്ന് നമ്മൾ ജസ്റ്റ് നോക്കുന്നല്ലേ, ഒബ്സർവ് ചെയ്യുന്നല്ലേ. അതേ കണക്ക് നമ്മുടെ ജീവിതം ഒരു സിനിമ. അതന്നെ ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പുറമെ നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ ഉറങ്ങിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് പറയാം. ഞാൻ പറഞ്ഞേക്ക് ഇപ്പൊ ഞാനിപ്പോ സ്വപ്നം ഇപ്പൊ എന്നെ തൊഴിലൊക്കെ വിളിക്കുന്നു. അപ്പൊ ഇതിന്റെ സ്വപ്നം ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഇത് മറന്നു പോയി. അങ്ങനെ അതാണ് ഈ സ്വപ്നം. അങ്ങനെയൊക്കെ ഞാൻ നോക്കട്ടെ. ഈ ബ്ലോഗ് എടുക്കുന്ന സ്വപ്നം ഞാൻ ചിലപ്പോൾ പൊട്ടണെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ണുറന്നു നല്ല സ്വപ്നം. ഇതിൽ ഞാൻ ഈ ലൈഫ് മൊത്തം കണ്ട സ്വപ്നമാണെങ്കിലോ ഇതൊക്കെ ആ ഒരു നെറ്റടിക്കൽ മനസ്സിലായി. ഇപ്പൊ കണ്ടുറക്കുമ്പോൾ സ്വപ്നമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഇത് തോന്നുന്നതല്ല. ഫുഡും കഴിച്ച് വിച്ചു ഭയങ്കര തട്ട്. ഇതും ഭയങ്കര ചെറുതുപോലൊന്നെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നാൽ പങ്ക് ബേക്കറി കൊണ്ട് തന്നാ നമുക്ക് കിട്ടി ബേക്കറി എന്തായാലും നമ്മളൊക്കെ ആരും വേണ്ട. വേണ്ടവര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഡ്രസ് കൊടുക്കണം. പറഞ്ഞു കൊടുക്കണം. നാട്ടിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും കൊടുത്തേക്കട്ടെ. അടുത്ത വരവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദീപക്കിനൊരു എന്ത് കടലക്കച്ചാണ് കടലക്കച്ച് അച്ചാറെല്ലാം വാങ്ങിച്ചു കൊടുക്കട്ടെ. അപ്പൊ ആരെങ്കിലും പേരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടാ. ദീപക്കിന് അച്ചാറെല്ലാം വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ഞമ്മ റൂമിലേക്ക് പോട്ടെ. റൂമിലേക്ക് അപ്പോ റൂമിന് അതിലിറങ്ങി. ഇപ്പൊ ഞമ്മ വെള്ളം വാങ്ങാം. റൂമിലേക്ക് വെള്ളമില്ല. അപ്പോ വെള്ളം കഴിഞ്ഞ് കുടിക്കുന്ന വെള്ളം കഴിഞ്ഞ് ആരും നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ ചങ്ങായിമാര്. അപ്പോ വെള്ളം വാങ്ങാൻ വേണ്ടി പോകുന്നു ഞമ്മ. ഞാൻ ദീപക്ക് പിന്നെ ദീപക്കിന്റെ
ഏട്ടൻ. അപ്പോൾ നമ്മൾ പോകുന്നത് അടുത്തെന്ന് അറിയില്ല, എങ്ങനെ ബില്ല് അടുക്കല് അത് ചെറുതാ. ഇതിന് സോഡിയം കൂടിയതിന് കുറച്ച് പൈസ ജാസ്തി, സോഡിയം കുറഞ്ഞതിന് കുറച്ച് പൈസ പച്ചക്കലത്തുണ്ട്. അതാണ് ക്ലിയർ ആകുന്നില്ല. അത് ഇരിച്ചെങ്ങാനും കുട്ടിയോ കുറവ്. അപ്പോൾ നമ്മൾ വെള്ളം വാങ്ങി പിന്നെ നേരെ റൂമിലേക്ക് പോകുന്നു. അപ്പോൾ സോഡിയം കുറിച്ചായിരിക്കും കാര്യം. ഇവിടെ സോഡിയം കൂടിയെങ്കിൽ ഇങ്ങനെ പൈസ കൊടുക്കുക, സോഡിയം കുറഞ്ഞെങ്കിൽ ഞാൻ റൂമിലേക്ക് പോവാം. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ വിളിച്ചു. അച്ഛൻ പറഞ്ഞ റൂമിലേക്ക് എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് റൂമിലേക്ക് പോകാനായി ഞാൻ പോന്നു. റൂമിലേക്ക് കാണാം. ഇവരെ ബൈ ബൈ അറിഞ്ഞ പോലെ ഞാൻ പോന്നു. ഇപ്പോൾ ഞാൻ പോലെ ഒറ്റയ്ക്കായി, നല്ല പഴയ പോലെ ഒറ്റയ്ക്ക് തന്നെ ആയി. പിന്നെ റൂമിലേക്ക് ഇനിയും കുറച്ച് നടക്കാനുണ്ട്, നടക്കട്ടെ. അപ്പോൾ അങ്ങനെ ഞാൻ ഫ്രഷായി പിന്നെ നേരെ അജ്മാലിലേക്ക് പോകുന്നത്. അജ്മാലിൽ പോയിട്ട് ഏട്ടനെ കാണണം. അച്ഛനുണ്ട് ഒളിച്ച്. അപ്പോൾ അച്ഛനും ഞാനാണ് പോകുന്നത്. ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോട്ട് കേരളായി അന്ന് വണ്ടി കമ്പനി വണ്ടി നേരെ അജ്മാലിലേക്ക് പോലെ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ടായി. പിന്നീട് ഏട്ടൻ വന്ന് അജ്മാലെത്തി. ഏട്ടൻ വന്ന് എനിക്കാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. ആദ്യം തന്നെ ഷൂ നോക്കി പോയിട്ട് ബ്ലാക്ക് ഷൂ ആണ് എനിക്ക് വേണ്ടത്. എന്നാലും എനിക്കൊന്നും പിടിച്ചില്ല ഷൂ. ഇത് ഞാൻ ഷൂ വേണ്ടാന്ന് വെച്ചാൽ നേരെ സ്പെക്കിൻ്റെ അടുത്ത്. സ്പെക്കും ക്യാപ്പിൽ അടിപൊളി ഉണ്ടല്ലേ, ഏത് ചെറുതായിട്ടുണ്ടല്ലേ ഞാൻ അമ്പാനി മൂട്. എന്നിട്ട് നേരെ വാച്ചിൻ്റെ അടുത്ത് പോയപ്പോൾ ഏതാ അടിപൊളി വാച്ച് കാണാൻ. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ വാച്ച്. പക്ഷേ എനിക്ക് ഓൾറെഡി വാച്ച് ഉണ്ടായതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നീട് ഞാൻ നേരെ ഷോക്സ് എല്ലാം എടുക്കാണ്ടായി, വേറെ കുറച്ച് കാര്യങ്ങൾ എടുക്കാണ്ടായി. നേരെ എടുത്തിട്ട് ഞാൻ ബിൽ സെക്ഷൻ എടുത്ത് പോയി. മൊത്തത്തിൽ 69 ദിർഹംസായി. പിന്നീട് പൈസ അടിച്ച് വേറെ ഇറങ്ങുമ്പോൾ പുറത്ത് നല്ല പിള്ളേർക്കൊക്കെ കളിക്കേണ്ട അടിപൊളി പാർക്കല്ല ഗെയിം സ്റ്റേഷൻ. ഞാൻ ഈ പാർക്കെല്ലാം പറയുന്നു, എന്ത് മണ്ടത്തിലാണ് പറയുന്നത്. ഗെയിം സ്റ്റേഷനൊക്കെ കണ്ട് നേരെ ഇറങ്ങി ഏട്ടൻ റൂമിലേക്ക് പോകും. ഞാൻ റൂമിലേക്ക് പോകുന്ന സമയത്തില്ലേ മിനി കൂപ്പറിൻ്റെ കടപ്പ് നോക്കറോ തട്ടിയിട്ട് പൊടിയായി പോയി. അപ്പോൾ റൂമിലേക്ക് റൂമിലേക്ക് ആടുന്ന് ഒരു ക്രീം ബന്നും കഴിച്ച് പിന്നീട് ഒരു നീലക്കൊട്ടല്ല നീല ബാഗ്. അപ്പോൾ ആ ബാഗിൽ കുറേ സാധനങ്ങളുണ്ട്. അത് റൂമിൽ നിന്ന് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റൂമിലേക്ക് ഇപ്പോൾ ഞാൻ ഇറങ്ങി പോലായി. അപ്പോൾ കഴിച്ചിട്ട് അപ്പോൾ ഞാൻ റൂമിലേക്ക് പോലായി. റൂമിലെത്തിയപ്പോൾ അവിടെ കുറച്ച് നേരം ഇറങ്ങി. പിന്നീട് ഏട്ടൻ കുറച്ച് സാധനം തന്നിന്. അതൊന്ന് ചാർജ് കുത്തുന്ന സാധനം അവിടെ വെച്ച ചാർജ് ആവണം. പക്ഷെ അത് ആൻഡ്രോയിഡാണ്, ഐഫോണിലെ ചാർജ് ആവും. പിന്നെ ഗ്ലാസ്, ഫോൺ സ്റ്റാൻഡ്, ബോള് അതൊക്കെ ഉണ്ടായിന്. പിന്നീട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. റൂമിലാണെങ്കിൽ മെസ്സില്ല. പിന്നെ ഫുഡ് കഴിച്ച് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് ഇനി കിടന്നുറങ്ങലായി. അപ്പോൾ ബൈ ബൈ.